ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ രണ്ട് പോൾസ് ഉണ്ട്. ഒരു റിവറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള രണ്ട് പോൾസാണ്. ഒരു പോളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 60 മീറ്റർ, അടുത്ത പോളിൻ്റെ ഹൈറ്റും പിന്നെ ഈ റിവറിൻ്റെ വിഡ്ത്ത്, അതായത് ഈ രണ്ട് പോൾസ് തമ്മിലുള്ള ഡിഫറൻസ്, അതുമാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആംഗിൾ ഓഫ് ഡിപ്രഷനാണ് തന്നിട്ടുള്ളത്. ടോപ്പ് ഈ 60 എന്ന് പറയുന്ന പോളിൻ്റെ ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 30ഉം 60 ആണ്. ടോപ്പിൽ നിന്നും ടോപ്പ് ആൻഡ് ബോട്ടം ആകുമ്പോൾ അപ്പോൾ 30 ആൻഡ് 60 ആണ്. ഡിപ്രഷൻ ആയതുകൊണ്ട് ഇത് 30 ആണ്, ഇത് 30 ആകുമ്പോൾ ഇത് 30 ആണ്, ബിക്കോസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതുപോലെ തന്നെ ഇത് 60 ആകുമ്പോൾ ഇത് 60 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ഈ പോളിൻ്റെ ഹൈറ്റും ഇനി ഈ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ റിവറിൻ്റെ വിഡ്ത്താണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് tan 60ഉം tan 30 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. tan 60 എന്ന് പറയുന്നത് 60 tan 60 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് AEC എന്ന ട്രയാങ്കിൾ. tan 60 = 60 ഡിവൈഡഡ് ബൈ എക്സ്, സോ √3 = 60 ഡിവൈഡഡ് ബൈ എക്സ്, സോ x = 60/√3. നമുക്ക് റാഷണലൈസേഷൻ ചെയ്യണം, കാരണം ഇതിന് നമുക്ക് 3 × 20 എന്ന് എഴുതാം. 3 × 20 3യെ നമുക്ക് √3 × √3 ഈസ് 3 ആണ്. സോ 3 നിന്ന് ഒരു √3 ക്യാൻസലായി പോകുമ്പോൾ √3 എന്ന് കിട്ടും. സോ 20√3 മീറ്ററാണ് ആൻസർ. സെക്കൻഡ് എന്ന് പറയുന്നത് tan 30 ആണ്. tan 30 എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ DBE ആണ്. ഇത് എക്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതും എക്സ് ആയിരിക്കും. സോ tan 30 ഈസ് ടോട്ടൽ 60 മൈനസ് DC ആംഗിളാണ് വേണ്ടത്. സോ നമുക്കിതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ടോട്ടൽ 60 മൈനസ് DC ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. സോ tan 30 1/√3 1/√3 = 60 മൈനസ് DC എന്ന് പറയുന്നതും AB എന്ന് പറയുന്നത് സെയിം ആണ്. സോ y ഡിവൈഡഡ് ബൈ 20√3. ഇനി നമുക്ക് ഈ √3യും ക്യാൻസലാക്കാം. ഓക്കെ, സോ 60 മൈനസ് 20 ഇപ്പുറത്ത് വരും. സോ 60 മൈനസ് y = 20, y = 60 മൈനസ് 20, ദാറ്റ് ഈസ് 40 മീറ്റർ. സോ വിഡ്ത്ത് ഓഫ് ദ റിവർ എന്ന് പറയുന്നത് 20√3 മീറ്ററും ഹൈറ്റ് ഓഫ് ദ പോൾ എന്ന് പറയുന്നത് 40 മീറ്ററുമാണ്.